ശ്ലീഹ പറയുകയാണ്, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ബി ഹോളി ഇൻ ഓൾ യുവർ കണ്ടക്ട്. വിശുദ്ധൻ എന്ന പദം ഞാൻ അല്പം സ്പീഡിൽ അങ്ങ് പറയുന്നതിന് മുൻപോട്ട് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാ കേട്ടോ, കിട്ടുന്നുണ്ടെന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്. വിശുദ്ധൻ എന്ന പദം നമ്മളൊക്കെ ഏറെ പരിചയമുള്ള പദങ്ങളിലൊന്നും അല്ലേ. ഇവിടെ കുഞ്ഞുങ്ങൾ കുറവാണെങ്കിലും ആരാണ് വിശുദ്ധനെന്ന് ചോദിച്ചാൽ, വിശുദ്ധനെ അറിയാമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറെ പേരുകളുണ്ടല്ലേ. ഏറെ വിശുദ്ധരുണ്ട്. പരിമല തിരുമേനി വിശുദ്ധനാണ് അല്ലേ, ഏറെ വിശുദ്ധരുണ്ട്. ഞാൻ ഈ കുറച്ചു കാലം മുമ്പ് ഒരു മർത്തോമാ സഭയുടെ ഒരു മീറ്റിങ്ങിനെ സംബന്ധിക്കുമ്പോൾ ഞാനിങ്ങനെ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുമ്പിൽ നിന്നൊരു അപ്പച്ചനോട് പറഞ്ഞു, അച്ഛാ അതെ അച്ഛന് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താൻ വേണ്ടിയാകും അദ്ദേഹം പറഞ്ഞു തരുന്നത്. അച്ഛാ ഞങ്ങൾക്ക് വിശുദ്ധന്മാർ ഇല്ല അല്ലെ. അപ്പൊ ഞാൻ ഇത് തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളോടൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഇപ്പം ചറപറാൻ ഇഷ്ടം പോലെ വിശുദ്ധന്മാരുടെ പേരുകൾ വന്നേനെയെന്ന് ഞാൻ പറയുകയുണ്ടായി. പലപ്പോഴും ഈ വിശുദ്ധൻ എന്ന പദം നമ്മൾ വളരെ അമാനുഷികരായ ആർക്കൊക്കെയോ ഏതോ നിമിഷം ചാർത്തിക്കൊടുത്ത പദങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ധൂപം വെച്ച് പ്രാർത്ഥിക്കേണ്ടവരാണ് ആര്? വിശുദ്ധന്മാർ അല്ലേ. ആദിമസഭ, പുതിയ നിയമസഭ സഭയിലെ അംഗങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നത്, വിളിച്ചിരുന്നത് 2 വാക്കുകൾ ഉപയോഗിച്ചാണ്. അവർക്ക് 2 പേരുകൾ ഉണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ പേര് ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ അഡൽഫോസ് എന്നൊരു പദമാണ്. അതിന്റെ പ്ലൂറൽ അഡൽഫോ എന്ന് പറയാറുണ്ട്. ഓരോരുത്തരെയും വിളിച്ചിരുന്നു സഹോദരൻ. അഡൽഫോസ് എന്ന വാക്കിന്റെ അർത്ഥം സഹോദരൻ എന്നാണ്. പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് കൊരിന്തിലുള്ള സഹോദരന്മാർ അല്ലെ, റോമിലുള്ള സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഓരോരുവരും പരസ്പരം വിളിച്ചിരുന്നത് സഹോദരൻ എന്നാണ്. സഹോദരൻ. എങ്ങനെയാണ് എല്ലാവരും സഹോദരങ്ങളാവുക? പല വീടുകളിൽ ജനിച്ച ആളുകൾ എങ്ങനെയാണ് സഹോദരങ്ങളാവുക? ഉത്തരം വളരെ ലളിതമാണ്. വിശുദ്ധ മാമോദീസായ്ക്കൊക്കെ നമ്മൾ പാടുന്നത് പോലെ, മാമോദീസയുടെ ഒരു ഹൂത്തോമ നമുക്കറിയാം അല്ലെ. ദിയസ്കോറോസ് തിരുമേനിയുടെ സ്വരത്തിൽ തന്നെ ആ പാട്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറെ കേൾക്കപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. ആ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്ത്? മാമോദീസ കൂദാശയതിൽ ജനകനും മകനും സുതനീശോദൻ സഹജനുമായി തീർന്നു നിവൻ. യഥാർത്ഥത്തിൽ സഭയിലേക്ക് ചേർന്ന എല്ലാവരും പരസ്പരം സഹോദരങ്ങൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. മാമോദീസ വഴി യു ആർ ബീയിങ് ഗിവൺ 2 privileges. The first one being, ഒന്നാമത്തെ എന്താണ്? ജനകന് നീ മകനായിരിക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സന്തോഷ തൈലം കൊണ്ട് മുദ്രയിടുമ്പോൾ, മാമോദീസായ്ക്ക് 2 തൈലങ്ങളാണല്ലോ. സന്തോഷ തൈലം കൊണ്ട് മുദ്രയിടുമ്പോഴത്തെ പ്രാർത്ഥന പുത്ര സ്വീകാര്യത്തിന് അർഹനാകുവാൻ തക്കവണ്ണം സന്തോഷ തൈലം കൊണ്ട് ഇന്നയാൾ അല്ലെ പുത്രത്വമാണ്, പുത്രന്റെ ആത്മാവാണ് അല്ലെ, ദൈവപുത്രനെ പോലെ പിതാവിന് മക്കളാവുകയാണ് നമ്മൾ മാമോദീസ വഴിയായിട്ട് അല്ലെ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി ദാസരല്ല മക്കളത്രേ, മക്കളെങ്കിലോ സകലത്തിനും അവകാശികളാണ്. പ്രിവിലേജാണ് ഓരോ വിശ്വാസിയുടെയും. അതാണ് ആദ്യത്തെ പ്രിവിലേജ്. ദൈവത്തിന്റെ മകനായിരിക്കുന്നു. ദൈവത്തിന് മകനാണെങ്കിൽ സ്വാഭാവികമായിട്ടും യേശു ക്രിസ്തുവിന് നിങ്ങൾ സഹോദരങ്ങളുമാണ്. വിശുദ്ധ കുർബാനയിൽ പാടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നിന്റെ ഏകജാതന് സഹോദരങ്ങളായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഞങ്ങളെ. നോക്കൂ, അതാണ് പദവി. ദൈവത്തിന്റെ മകൻ, യേശു ക്രിസ്തുവിന് സഹോദരൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആരാണ്? സഹോദരങ്ങളാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ അവർ പരസ്പരം വിളിച്ചു സഹോദര, സഹോദരി. അത് മറ്റു ചില പ്രത്യേക സഭക്കാർക്ക് കൊടുക്കേണ്ട പേരാണെന്ന് നമ്മൾ ഏതോ നിമിഷം സഹോദരിയുമാണ്. 2ാമത്തെ പേര് അത് വിളിച്ചിരുന്നത് ഹാഗിയോസ് എന്ന പദത്തിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാം, വിശുദ്ധൻ എന്നാണ്. വിശുദ്ധൻ എന്നാണ് അവർ പരസ്പരം വിളിച്ചിരുന്നു. യു ആർ എ സെയിന്റ്, യു ആർ എ സെയിന്റ്. ധൂപമണയ്ക്കേണ്ടവർ മാത്രമല്ല വിശുദ്ധർ, എല്ലാവരും വിശുദ്ധരാണ്. ഇതേ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ വാക്യത്തെ ശ്ലീഹ അടിവരയിടുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. ദൈവത്തിന് നീ മകനായിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ വിശുദ്ധിക്കും നീ മകനാണ്. കർത്താവിന് നീ സഹോദരനാണെങ്കിൽ അവന്റെ വിശുദ്ധിക്കും നീ സഹോദരനാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളെ മുതൽ നമ്മുടെ പേരിനോട് ചേർത്ത് അല്ലെ സെയിന്റ് ബ്രിൻസ് എന്നൊക്കെ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതേ സഹോദരൻ, നമ്മൾ വിശുദ്ധരാണ്.
നമ്മൾ വിശുദ്ധരാണ്. ഇവിടെ ശ്ലീഹ പറയുന്നത് അത് തന്നെയല്ലേ? മകനെ, മകളെ, പേരുകൊണ്ട് നീ വിശുദ്ധനാണ്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് പറയട്ടെ, പേരുകൊണ്ട് നീ വിശുദ്ധനാണ്, എല്ലാ നടപ്പിലും വിശുദ്ധനാകണം. പേരിൽ വിശുദ്ധനാണ് നീ. യു ആർ കോൾഡ് എ സെയിന്റ്. ചോദ്യം, നടപ്പിൽ വിശുദ്ധനാകുവാൻ സാധിക്കുമോ? ഈ പ്രത്യാശാപരമായ കാത്തിരിപ്പിന് ശ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആഹ്വാനം നടപ്പിലെ വിശുദ്ധിയാണ്. എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാനുള്ള ആഹ്വാനമാണ്. ആർ യു ഏബിൾ ടു ലീഡ് എ ഹോളി ലൈഫ്? എന്നോട് ക്ഷമിക്കണം, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ വിശുദ്ധിയുമായിട്ടാണ്, അല്ലേ? പലതിനു വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി, പല നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ എത്രയോ തവണയാണ് ഈ കോംപ്രമൈസ് നടക്കുക. ഈ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ വികാരിയായിരിക്കുന്ന പള്ളി ഞാൻ പറയുകയായിരുന്നു, ഇതൊരു കോൺസെൻട്രേഷന്റെ പ്രശ്നമാണ്. ഇതൊരു ശ്രദ്ധയുടെ, ഏകാഗ്രതയുടെ പ്രശ്നമാണ്. എന്തിന്റെ ഏകാഗ്രത? പലതും പല വശങ്ങളിൽ നിന്ന്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ജോൺ ബെനിയന്റെ ദി പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. അതിനകത്തൊരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അയാളുടെ കഥാപാത്രത്തിന്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അയാൾ യാത്ര ചെയ്യുന്നത് സെലസ്റ്റിയൽ സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിലേക്കാണ്. വലിയ അലിഗറിയാണ്. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വശങ്ങളിൽ നിന്ന് അയാളെ ആകർഷിക്കുന്ന പലതുമുണ്ട്. ഒരു വാലി ഓഫ് ഡെസ്പെയർ ഉണ്ട്, ഒരു വാനിറ്റി ഫെയർ ഉണ്ട്. ഇങ്ങനെ പലതും 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 അയാളെ ആകർഷിക്കുകയാണ്. ഇയാളുടെ പ്രശ്നം, ഇയാൾ നേരിടുന്ന പ്രതിസന്ധി, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഈ സെലസ്റ്റിയൽ സിറ്റിയിലേക്ക്, യഥാർത്ഥത്തിൽ ഇത് എന്റെ കഥയാണ്, ഇതെന്റെ ജീവിതമാണ്, ഞാനും ഈ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ എന്നെ മാടി വിളിക്കുന്ന പലതും വശങ്ങളിൽ നിന്ന് എന്നെ ആകർഷിക്കുകയാണ്. അവിടേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് സ്നേഹിത, അശുദ്ധി നമ്മെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. പത്രോസ്ലീഹയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാല്, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ വിഴുന്ന് നടക്കുമ്പോൾ ഇതാ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിധേയപ്പെടുവാൻ തയ്യാറായി ഞാൻ നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്, ഞാൻ ആടുകളുടെ നല്ല വാതിലാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാനറിയാതെ പുറത്തുള്ള യാതൊന്നും ആടുകളുടെ അടുക്കിലേക്ക് വരികയോ ആടുകളിൽ ഒന്നുപോലും പുറത്തേക്ക് പോവുകയോ ചെയ്യില്ല. ഇന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഭവനം, ആ ഭവനത്തിന്റെ വാതിൽ സ്നേഹിത ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് നമ്മുടെ വീടിന്റെ വാതിൽ. എന്തൊക്കെയാണ് നമ്മുടെ വീടുകളുടെ ഉള്ളിലേക്ക് കടക്കുന്നത്? ആ വീടെന്ന് പറയുന്നത് ഒരു വിശാല അർത്ഥത്തിൽ എടുക്കണം. അത് കെട്ടിടം എന്ന അർത്ഥത്തിൽ മാത്രമല്ല. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ജീവിതമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ അറിയാതെ കടക്കുന്നത്? എവിടേക്കൊക്കെയാണ് ഇതിനുള്ളിലുള്ളവർ യാത്ര ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം.